ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ ട്രൈസപ്പ് ഡേ ഉണ്ടോ. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മളെ 4th എപ്പിസോഡാണ് കേട്ടോ നമ്മുടെ വർക്കൗട്ട്സിൻ്റെ. അങ്ങനെ നോർമലി ഉള്ള പോലെ നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ ജിമ്മിൽ വിട്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ ഇന്നലെ നേർച്ചയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് വിടാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്നിട്ടത്. അങ്ങനെ നമ്മൾ നേരെ ജിമ്മിൽ വിട്ട് ഫസ്റ്റിൻ്റെ വാമപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്ത് ഒരു 10 മിനിറ്റ് നമ്മൾ വാമപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് എന്തായാലും മസ്റ്റാണ്. ഞാൻ കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 2 പുഷപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഇത് ഫസ്റ്റ് വർക്കൗട്ടിൽ കയറി. അതിൽ നമ്മൾ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ 22.5 ഇട്ടിട്ടാണ് ഫസ്റ്റ് സെറ്റ് 15 റെപ്പിൽ നമ്മൾ ചെയ്തത്. അതിൽ ആദ്യം 10 ഇട്ട് 20 ആക്കി. പിന്നെ അവർ 2.5 കൂടി ആഡ് ചെയ്ത് അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ 22.5 എടുത്തിട്ടാണ് ഇത് എന്ത് ചെയ്ത് ആ സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് സീറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ഫോക്കസ് കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ലോലി ട്രൈസിനെ ഫോക്കസ് ചെയ്ത് മാത്രം നമ്മൾ കൊടുത്ത്. മീൻസ് വലിച്ചു വരടിച്ച് ഷോൾഡർ അപ്പ് ചെയ്യാതെ ഷോൾഡർ തെറ്റാതെ നോക്കണം. അങ്ങനെ നമ്മൾ ട്രൈസിന് നോക്കിയത് ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഒരു 5 kg കൂടി ആഡ് ചെയ്ത് ആ വർക്കൗട്ട് വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത്. കാരണം ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത് അതിന് റെസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ എന്ത് ചെയ്യും ഓവർ ഹെഡ് കൊടുക്കാൻ വെച്ച് നോക്കി. അങ്ങനെ നമ്മൾ 12.5 kg ഡംബിൾസാണ് ഫസ്റ്റ് സെറ്റിൽ നോക്കുന്നത്. അപ്പോൾ അത് നോക്കി നടന്ന് ലാസ്റ്റ് ഡംബിൾസ് എടുത്ത് ഒരു 12.5 kg നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് സെറ്റ് 15 റെപ്പിൽ സെറ്റ് ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ ഫസ്റ്റ് സെറ്റ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇത് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുമ്പോൾ കൈ വൈഡ് മീൻസ് എൽബോ തെറ്റാനുള്ള ചാൻസ് ഈ വർക്കൗട്ടിൽ അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എൽബോസ് വൈഡാക്കാതെ കറക്റ്റ് സ്ട്രൈറ്റ് ആക്കിയിട്ട് തന്നെ ഡൗൺ ചെയ്ത് ട്രൈസിനെ ഫോക്കസ് ചെയ്ത് നേരെ അപ്പ് ചെയ്യുക. ഇത് കണ്ടില്ലേ കൈ വൈഡാക്കാതെ. അങ്ങനെ ആ സെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു കിക്ക് ബാക്ക് കൊടുക്കാൻ വിചാരിച്ച്. അത് നമ്മൾ 5 kg എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം ഇത് അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നമ്മൾ 5 kg സ്റ്റാർട്ട് ചെയ്ത് കിക്ക് ബാക്ക് നമ്മൾ ട്രൈസിനെ ഫോക്കസ് ചെയ്തിട്ടിട്ടാ നമുക്ക് കിക്ക് ബാക്ക് കൊടുക്കുമ്പോൾ അറിയാം, ട്രൈസിന് കറക്റ്റ് കിട്ടുമ്പോൾ അറിയാം. അത് നമ്മൾ ഫ്രണ്ടിലേക്ക് മെല്ലെ കൊണ്ടുപോയിട്ട് ബാക്കിലേക്ക് അത്യാവശ്യം പുഷ് ചെയ്യുക. ട്രൈസിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കിലേക്ക് അത്യാവശ്യം അലയിൽ പുഷ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അത് 3 സെറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയി റോപ്പിൽ ചെയ്യാൻ വെച്ച്. ആ റോപ്പിൽ നമ്മൾ ഇതേപോലെ തന്നെ 3 സെറ്റ് ഫസ്റ്റ് ഞാൻ 30 പിന്നെ 35 പിന്നെ 40 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കറക്റ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ ട്രൈസിന് ഫോക്കസ് ചെയ്ത് ആ സെറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ റോപ്പ് മാറ്റി എന്ത് ചെയ്യുക സ്ട്രെയിറ്റ് ബാറിൽ ചെയ്യാൻ വെച്ച് നെക്സ്റ്റ്. അങ്ങനെ ആ നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ സ്ട്രെയിറ്റ് ബാറിൽ ഇതേപോലെ തന്നെ 3 സെറ്റ് അത് എന്ത് ചെയ്തു ഫസ്റ്റ് 40 45 50 അങ്ങനെയാണ് 3 സെറ്റ് തുടങ്ങിയത് കേട്ടോ. അതും കറക്റ്റ് പൊസിഷൻ നോക്കി ട്രൈസിന് ഫോക്കസ് ചെയ്ത് അടിക്ക് പുഷ് ചെയ്ത് ട്രൈസിൽ കുറച്ച് ടൈറ്റ്നെസ് കൊടുത്ത് പിന്നെ മെല്ലെ ചെസ്റ്റിൻ്റെ അതുവരെ അപ്പ് ചെയ്ത് മീൻസ് വലിച്ചു വരി മേലെ കൊണ്ടുപോകാതെ ചെസ്റ്റിൻ്റെ ഒരു ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്യുക അപ്പ് ചെയ്ത് പിന്നെ നേരെ അടിക്ക് കൊണ്ട് ട്രൈസിന് ലോക്ക് ചെയ്ത്. അങ്ങനെ അതൊരു 3 സെറ്റ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇന്നത്തെ വർക്കൗട്ട് നിർത്തി. ഇന്നത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി. അപ്പോൾ കുഴപ്പമില്ലാത്ത ട്രൈസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പമ്പും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് മനസ്സിലായി. അങ്ങനെ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് എന്ത് ചെയ്ത് ഫുഡ് അത്യാവശ്യം ഓയിലി ഫുഡ്സ് അത്യാവശ്യം കഴിക്കണം. എന്ത് ചെയ്ത് ഫാറ്റ് അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാർഡിയോ ചെയ്യാൻ വെച്ച് നേരെ ട്രെഡ്മിൽ യൂസ് ചെയ്യാൻ വെച്ച്. അങ്ങനെ ട്രെഡ്മിൽ ഒരു 6 മിനിറ്റ്സ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ സൈക്ലിങ് ചെയ്ത് അതൊരു 5 മിനിറ്റ്സേ യൂസ് ചെയ്തുള്ളൂ. അങ്ങനെ അത് യൂസ് ചെയ്ത് നമ്മൾ നേരെ എന്ത് ചെയ്തു ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് നേരെ വിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്സായിട്ട് ഞാൻ എന്ത് ചെയ്യും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ ബൈ.